കാഞ്ഞങ്ങാട് യൂണിവേഴ്സൽ കോളേജിന്റെ സിൽവർ ജൂബിലി ആഘോഷം അനുകരണീയവും അവിസ്മരണീയവുമായി. പുരസ്കാര സമർപ്പണത്തോടുകൂടി നടന്ന ആഘോഷ പരിപാടികൾ നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കഴിഞ്ഞ കാൽനൂറ്റാണ്ടുകാലമായി കാഞ്ഞങ്ങാട്ട് പ്രവർത്തിച്ചു വരുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് യൂണിവേഴ്സൽ കോളേജ്. ഈ സ്ഥാപനത്തിന്റെ സംഭാവനയായ ആയിരക്കണക്കിന് പ്രതിഭകൾ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലുമായി വിവിധ തുറകളിൽ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഈയൊരു പാരമ്പര്യവും പെരുമയും മുൻനിർത്തിക്കൊണ്ടാണ് കാഞ്ഞങ്ങാടിന്റെ കൊടിയടയാളങ്ങളിലൊന്നായ ഈ കോളേജ് സിൽവർ ജൂബിലി ആഘോഷിച്ചത്. ചൊവ്വാഴ്ച രാവിലെ മുതൽ കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾ എല്ലാ തരത്തിലും അനുകരണീയവും അവിസ്മരണീയവുമായി. സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും മുഹൂർത്തങ്ങളെ സാക്ഷിയാക്കി കാഞ്ഞങ്ങാട് നഗരമാതാവ് KV സുജാത ടീച്ചർ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനവും അനുബന്ധമായി ഏർപ്പെടുത്തിയ സിൽവർ ജൂബിലി പുരസ്കാരത്തിന്റെ സമർപ്പണവും നിർവഹിച്ചു. സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവന മുൻനിർത്തി ഡോക്ടർ വത്സൻ പിലിക്കോടിനും സാഹിത്യരംഗത്തെ സക്രിയമായ ഇടപെടൽ മുൻനിർത്തി PV ഷാജികുമാറിനും ദൃശ്യമാധ്യമ രംഗത്തെ പ്രവർത്തന മികവ് മുൻനിർത്തി വിനോദ് ആലന്തട്ടയ്ക്കുമാണ് സിൽവർ ജൂബിലി പുരസ്കാരങ്ങൾ നൽകിയത്. 10,000 രൂപയും അഗസ്ത്യാർജുൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഏറ്റവും ശ്രമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഞങ്ങളവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പഴയ കാലത്ത് പോയി വത്സമാഷൊക്കെ എൻ്റെ നാട്ടുകാരനാണ്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളരെ പ്രാധാന്യത്തോടെ നിന്നിരുന്ന ഒരു കാലമായിരുന്നു. കാരണം അന്ന് ഔപചാരിക സംവിധാനങ്ങൾ വളരെ കുറവാണ്. സ്കൂളുകളിൽ നിന്ന് പഠിച്ച് പുറത്തു വരുന്ന 10ാം ക്ലാസ് കഴിഞ്ഞ് വരുന്ന എല്ലാ കുട്ടികളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലേക്ക് ഔപചാരിക വിദ്യാഭ്യാസ രംഗത്ത് സ്ഥാപനങ്ങളില്ലായിരുന്നു. കോളേജിലാണെങ്കിൽ നെഹ്റു കോളേജും കാസർഗോഡ് ഗവൺമെന്റ് കോളേജും വെള്ളരിക്കത്തിന്റെ തുടക്കവും ആയിരുന്നു ഞാനൊക്കെ പഠിച്ച് SSLC കഴിഞ്ഞ് വരുന്ന സമയത്തുണ്ടായിരുന്നത്. നാടക സംവിധായകനും രചയിതാവുമായ വിജീഷ് കാരി അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തിയപ്പോൾ കവിയും പ്രഭാഷകനുമായ ഗണപൂജാരി മുഖ്യപ്രഭാഷണം നടത്തി. കാസർഗോഡിന്റെ വൈറൽ ഗായിക ജയരഞ്ജിത കാടകം വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം സെക്രട്ടറി ബാബു കോട്ടപ്പാറ, അധ്യാപികയും അഭിനേത്രിയുമായ CP ശുഭ, പാരലൽ കോളേജ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കാപ്പിൽ KBM ഷെരീഫ്, സ്കോളർ കോളേജ് മാനേജിംഗ് ഡയറക്ടർ വിജയൻ മാസ്റ്റർ, വെള്ളിക്കോത്ത് ലിറ്റിൽ ബേർഡ് സ്കൂൾ പ്രിൻസിപ്പൽ പ്രഭ ടീച്ചർ, യൂണിവേഴ്സൽ കോളേജ് മാനേജർ സുരേഷ് കുമാർ പുല്ലൂർ, പൂർവ്വ വിദ്യാർത്ഥി UAE കമ്മിറ്റി പ്രതിനിധി വിജയ് സായ്, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സുരേന്ദ്രൻ കുവപ്പൊയിൽ, പൂർവ്വ വിദ്യാർത്ഥി M സതീശൻ, വിദ്യാർത്ഥിനി അസിയ തസ്ന എന്നിവർ സംസാരിച്ചു. യൂണിവേഴ്സൽ കോളേജ് പ്രിൻസിപ്പാൽ ഗോപാലൻ അട്ടക്കാട്ട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജയകുമാർ നെല്ലിത്തറ സ്വാഗതവും അധ്യാപകൻ ജോയിഷ് മുത്തു നന്ദിയും പറഞ്ഞു. സിൽവർ ജൂബിലി ആഘോഷ ഭാഗമായി സംഘടിപ്പിച്ച കാസർഗോഡ് ജില്ലാതല കവിതാരചനാ മത്സരത്തിൽ സതീശൻ ഇരിയ 1ാം സ്ഥാനം നേടി. തുടർന്ന് യൂണിവേഴ്സൽ കോളേജിലെ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ആഘോഷത്തെ ആവേശത്തേരിലേറ്റി വൈകുന്നേരം പ്രശസ്ത നാടൻപാട്ട് കലാകാരനും ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവുമായ സുഭാഷ് അറുകരയും സംഘവും പാട്ടരങ്ങും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.